വെൽക്കം ബാക്ക് ടു EduPC. ഇന്ന് നമുക്ക് ലീനിയർ ഗ്രോത്ത് വേഴ്സസ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്താണെന്ന് നോക്കാം. Roxy tells Estu about a science fiction novel she is reading where they build a ladder to reach the moon. താൻ വായിക്കുന്ന ഒരു സയൻസ് ഫിക്ഷൻ നോവലിൽ മൂണിലേക്ക് എത്താൻ ഒരു ലാഡർ നിർമ്മിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ടെന്ന് റോക്സി എസ്തുവിനോട് പറയുന്നു. I wonder if we actually had a ladder like that, how many steps would it have? ഇനി ആക്ച്വലി അങ്ങനെ ഒരു ലാഡർ ഉണ്ട് എങ്കിൽ അതിന് എത്ര സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കും? വാട്ട് ഡു യു തിങ്ക്? മേക്ക് ആൻ ഇൻസ്റ്റിങ്റ്റീവ് ഗസ് ഫസ്റ്റ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഗസ് ചെയ്യാം അല്ലേ? വുഡ് ദ നമ്പർ ഓഫ് സ്റ്റെപ്സ് ബി ഇൻ തൗസൻഡ്സ്, ലാക്സ്, ക്രോർസ് ഓർ ഈവൻ മോർ? അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സുകളുടെ എണ്ണം എങ്ങനെയായിരിക്കും? തൗസൻഡ്സ് ആയിരിക്കുമോ, ലാക്സ് ആയിരിക്കുമോ, ക്രോർസ് ആണോ, അതോ അതിലും കൂടുതലാണോ? ഓക്കെ, ടു ഫൈൻഡ് ഔട്ട് വി വുഡ് നീഡ് ടു നോ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് സ്റ്റെപ്സ് ഓഫ് ദ ലാഡർ. അപ്പോൾ കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്ക് എന്താവശ്യമുണ്ട്? ലാഡറിൻ്റെ രണ്ട് സ്റ്റെപ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്ന് നമുക്കറിയണം. ലെറ്റ്സ് അസ്യൂം എ റീസണബിൾ ഡിസ്റ്റൻസ് ഓഫ് 20 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന രീതിയിൽ 20 സെൻറ്റിമീറ്റർ അസ്യൂം ചെയ്യാം. ഓക്കെ, വിഷ്വലൈസിങ് ദ പ്രോബ്ലം ആസ് ഷോൺ. അപ്പോൾ നമുക്ക് താഴെ കാണുന്നത് പോലെ പ്രോബ്ലം വിഷ്വലൈസ് ചെയ്യാം. ഇവിടെ എർത്തും മൂണും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? 3,84,400 കിലോമീറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ രണ്ട് സ്റ്റെപ്സുകൾ തമ്മിലുള്ള ലാഡറിലെ സ്റ്റെപ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പുകൾ കഴിയുമ്പോഴും 20 സെൻറ്റിമീറ്റർ വീതം ആഡ് ചെയ്ത് പോകുന്നു അല്ലേ? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഹൗ മെനി 20 സെൻറ്റിമീറ്റർ ക്യാൻ മേക്ക് 3,84,400 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എത്ര 20 സെൻറ്റിമീറ്ററുകൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 3,84,400 കിലോമീറ്റർ കിട്ടുന്നത്. ഓക്കെ, സോ ഇഫ് വി കാൽക്കുലേറ്റ് ദ വാല്യൂ വി ഗെറ്റ് ദ റിസൾട്ട് ആസ് 192 crore ആൻഡ് 20 lakh സ്റ്റെപ്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. അതിനെ നമുക്ക് എങ്ങനെ റീഡ് ചെയ്യാം? 1,922 million സ്റ്റെപ്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ദ ഫിക്സഡ് ഇൻക്രീസ് ഇൻ ദ ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത് വിത്ത് ഈച്ച് സ്റ്റെപ്പ് എ 20 സെൻറ്റിമീറ്റർ ഗെയിൻ ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ് ഈസ് കോൾഡ് ലീനിയർ ഗ്രോത്ത്. അപ്പോൾ ഇവിടെ എന്താണ്? ഓരോ തവണയും 20 സെൻറ്റിമീറ്റർ എന്ന ഫിക്സഡ് ലെങ്ത് ഇൻക്രീസ് ചെയ്താണ് പോകുന്നത്, അല്ലെങ്കിൽ ആഡ് ചെയ്താണ് പോകുന്നത് അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ എന്താ വിളിക്കുക? ലീനിയർ ഗ്രോത്ത് എന്നാണ് പറയുന്നത്. സോ ഒരു ഫിക്സഡ് വാല്യൂ ഇൻക്രീസ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ലീനിയർ ഗ്രോത്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഫിക്സഡ് വാല്യൂ ഇൻക്രീസ് ചെയ്ത് അല്ലെങ്കിൽ ആഡ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ലീനിയർ ഗ്രോത്ത് എന്ന് പറയാം. ടു കവർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ മൂൺ ഇറ്റ് ടേക്സ് 192 crore 20 lakh steps with the linear growth, whereas it takes just 46 folds of a piece of paper with exponential growth. അപ്പോൾ നമുക്ക് എർത്തിൽ നിന്ന് മൂൺ വരെ എത്തണമെങ്കിൽ നമ്മൾ ലീനിയർ ഗ്രോത്ത് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 192 crore 20 lakh സ്റ്റെപ്സ് നമുക്ക് വേണ്ടി വരും അല്ലേ? അതിന് പകരം നമ്മൾ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലോ, നമ്മൾ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഒരു പേപ്പർ ഫോൾഡ് ചെയ്യുന്നതിനെ പറ്റി. സോ അതിൽ നമ്മൾ കണ്ടതാണ് ജസ്റ്റ് 46 ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് മൂണിലേക്ക് എത്തുന്ന ഡിസ്റ്റൻസ് ആകുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ അതെന്താണ്? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താണ് എഴുതിയത് അല്ലേ? അപ്പോൾ ഇവിടെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദ പേപ്പർ ഈസ് 0.001 ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ദെൻ അതിനെ ഫോൾഡ് ചെയ്തു, എഗെയിൻ ഫോൾഡ് ചെയ്യുന്നു, അങ്ങനെ ഫോൾഡ് ചെയ്ത് 46 ടൈംസ് ഫോൾഡ് ചെയ്തപ്പോൾ ഡിസ്റ്റൻസ് എന്തായി? 3,84,400 കിലോമീറ്റർ എത്തി. അതേപോലെ തന്നെ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്നാണ് പറയുക. അതേപോലെ 20 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്റ്റെപ്സ് 20 സെൻറ്റിമീറ്റർ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 20 + 20 ആഡ് ചെയ്ത് എത്ര ടൈംസ്? 192 crore 20 lakh സ്റ്റെപ്സ് ആഡ് ചെയ്തപ്പോഴാണ് നമ്മൾ എന്തായത്? 3,84,400 കിലോമീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്തത്. ക്ലിയർ ആണോ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ലീനിയർ ഗ്രോത്ത് എന്ന് പറയുന്നത് അഡിറ്റീവ് ആണ്, വേറസ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഈസ് മൾട്ടിപ്ലിക്കേറ്റീവ്. ക്ലിയർ? ഓക്കെ, some examples of exponential growth we have seen earlier in this chapter are, നമ്മൾ ഇതിനു മുമ്പ് എക്സ്പോണൻഷ്യൽ ഗ്രോത്തിനെ പറ്റി ഈ ചാപ്റ്ററിൽ പലതവണ ഡിസ്കസ് ചെയ്തിരുന്നു. സോ അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയായിരുന്നു? ദ സ്റ്റോൺസ് ദാറ്റ് ഷൈൻ, മാജിക്കൽ പോൺ,
ഹൗ മെനി കോമ്പിനേഷൻസ്, ഇതൊക്കെ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രോത്തിൻ്റെ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്തിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ദെൻ ക്യാൻ യു come up with some examples of linear growth and exponential growth? Okay, so next one, getting a sense for large numbers. അപ്പോൾ ഇനി നമുക്ക് ലാർജ് നമ്പേഴ്സിനെ പറ്റി നമുക്ക് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, so last year we learned about lakhs and crores as well as millions and billions. A lakh is 10 raised to 5, crore is 10 raised to 7, Arab is 10 raised to 9, where million is 10 raised to 6, billion is 10 raised to 9. You might know the size of world's human population. Have you ever wondered how many ants are there might be in the world, or how long ago humans emerged? In this section, we shall explore numbers significantly larger than Arab and millions. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ അറബ്സിനേക്കാളും ബില്യൻസിനേക്കാളും ഒക്കെ ബിഗർ ആയിട്ടുള്ള നമ്പേഴ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, we shall use powers of 10 to represent and compare these numbers in each case. അപ്പോൾ നമ്മൾ സ്മോളർ നമ്പറിൽ നിന്ന് ബിഗർ നമ്പർ വരെ 10ൻ്റെ പവേഴ്സ് യൂസ് ചെയ്ത് എഴുതിയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് നമുക്ക് നോക്കാം. As of mid-2025, there are only 2 northern white rhinos remaining in the world, both females, and they reside at the Old Peteja Conservancy in Kenya. 2025 ആയപ്പോൾ ലോകത്ത് 2 നോർത്തേൺ വൈറ്റ് റൈനോസ് മാത്രമേ ഉള്ളൂ. രണ്ടും ഫീമെയിൽസ് ആണ്. അവ എവിടെയാണ്? കെനിയയിലെ ഓൾഡ് പെറ്റേജ കൺസർവൻസിയിലാണ് താമസിക്കുന്നത്. ഓക്കെ, സോ 2 എന്ന നമ്പർ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 2 × 10⁻⁴ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. 10⁻⁴ എന്ന് പറയുന്നത് 1 ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 × 1, അതായത് 2. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ്, as of early 2024, the total population of Haiyan gibbons is a mere 42. അപ്പോൾ 2024ൻ്റെ തുടക്കത്തിൽ ഹയാൻ ഗിബ്ബോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 42 ആണ്. ഓക്കെ, സോ 42 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 4 × 10⁻1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? 4 × 10⁻1 is 40. ഓക്കെ, there are just 242 kakapo alive as of mid-2025. mid-2025 ആയപ്പോൾ അവിടെ 242 കക്കാപ്പോ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ. കക്കാപ്പോ എന്ന് പറയുന്നത് ഒരു തരം ബേർഡാണ്. ഓക്കെ, അത് നമുക്ക് എങ്ങനെ എഴുതാം? 2 × 10⁻2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, അതായത് 200 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 200. There are fewer than 3000 Komodo dragons in the world, all based in Indonesia. അപ്പോൾ ലോകമെമ്പാടുമായി 3000-ൽ താഴെ കൊമോഡോ ഡ്രാഗണുകൾ മാത്രമേ ഉള്ളൂ. എല്ലാം ഇന്തോനേഷ്യയിലാണ്. അപ്പോൾ നമുക്ക് 3 × 10⁻3 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, 3000 എന്ന് പറയുന്നത്. ഓക്കെ, a 2005 estimate of the manned wolf population show that there are more than 17,000 of them. Most are located in Brazil. ഇപ്പോൾ 2005 നടത്തിയ കണക്കനുസരിച്ച് മാനഡ് വൂൾഫിൻ്റെ എണ്ണം 17,000-ലധികമാണ്. അവയിൽ ഭൂരിഭാഗവും ബ്രസീലിലാണ് കാണുന്നത്. സോ അവയുടെ എണ്ണം നമുക്ക് എങ്ങനെ സയൻറ്റിഫിക് നൊട്ടേഷനിൽ എഴുതാം? 1.7 × 10⁻4 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ്, as of 2018 there are around 4.15 lakh African elephants. അപ്പോൾ 2018 കണക്കനുസരിച്ച് ഏകദേശം 4.1 lakh ആഫ്രിക്കൻ എലിഫൻസ് ആണ് ഉള്ളത്. അതിനെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്ത് 4 × 10⁻5 എന്ന സയൻറ്റിഫിക് നൊട്ടേഷനിൽ എഴുതാം. ക്ലിയർ? there are an estimated 50 lakh or 5 million American alligators as of 2025. 2025 കണക്കനുസരിച്ച് ഏകദേശം 50 lakh അമേരിക്കൻ അലിഗേറ്റേഴ്സ് ആണ് ഉള്ളത്. സോ 5 × 10⁻6 എന്ന് എഴുതാം. The global camel population is estimated to be over 3.5 crore അല്ലെങ്കിൽ 35 million. 3.5 × 10⁻7 എന്ന് എഴുതാം. സോ ഇന്ത്യ ഹാസ് ഓൺലി അബൌട്ട് 2.5 lakhs ഓഫ് ദം. അപ്പോൾ ഗ്ലോബൽ ക്യാമൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 3.5 crore ആണ്. അതിൽ ഇന്ത്യയിൽ 2.5 lakhs മാത്രമേ ഉള്ളൂ. ദ ഗ്ലോബൽ ഹോഴ്സ് പോപ്പുലേഷൻ ഈസ് അറൌണ്ട് 5.8 crore അല്ലെങ്കിൽ 58 million ആണ്. 5.8 × 10⁻7 എന്ന് പറയാം. വിത്ത് എബൌട്ട് ഹാഫ് ഓഫ് ദം ഇൻ അമേരിക്ക. അതിൽ ഭൂരിഭാഗവും അല്ലെങ്കിൽ ഹാഫും എവിടെയാണ്? അമേരിക്കയിലാണ് കാണുന്നത്. ദെൻ മോർ ദാൻ 20 crore അല്ലെങ്കിൽ 200 million വാട്ടർ ബഫലോസ് ആർ എസ്റ്റിമേറ്റഡ് വേൾഡ് വൈഡ് വിത്ത് എ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദം ഇൻ ഏഷ്യ.
വേൾഡ് വൈഡായിട്ട് 20 crore, മോർ ദാൻ 20 crore വാട്ടർ ബഫലോസ് ആണുള്ളത്. അതിൽ മോസ്റ്റ്ലി എവിടെയാണ്? ഏഷ്യയിലാണ് മെജോറിറ്റിയും കാണുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, the estimated global population of starlings is around 1.3 Arab or 1.3 billion. 1.3 into 10 raised to 9 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ എസ്റ്റിമേറ്റഡ് ഗ്ലോബൽ പോപ്പുലേഷൻ ഓഫ് സ്റ്റാർലിങ്സ് എന്ന് പറയുന്നത് 1.3 ബില്യൺ ആണ്. ഓക്കെ, സ്റ്റാർലിങ്സ് എന്ന് പറയുന്നത് ബേർഡ്സിൻ്റെ ഗ്രൂപ്പാണ്, കൂട്ടമാണ്. ഓക്കെ, the global human population as of 2025 is 8.2 Arab or 8.2 billion. അപ്പോൾ ഗ്ലോബൽ ഹ്യൂമൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 8.2 ബില്യൺ ആണ്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് വൺ, വിത്ത് എ ഗ്ലോബൽ ഹ്യൂമൻ പോപ്പുലേഷൻ ഓഫ് അബൌട്ട് 8 into 10 raised to 9 and about 4 into 10 raised to 5 African elephants, can we say that there are nearly 20,000 people for every African elephants? സോ നമ്മൾ ഗ്ലോബലി ഹ്യൂമൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 8 into 10 raised to 9 ആണെന്നും അതേപോലെ ആഫ്രിക്കൻ എലിഫൻസിൻ്റെ എണ്ണം 4 into 10 raised to 5 ആണെന്നും പറയുകയാണെങ്കിൽ ഓരോ ആഫ്രിക്കൻ ആനയ്ക്കും ഏകദേശം 20,000 ആളുകളുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കതിന് എന്ത് ചെയ്യാം? റേഷ്യോ എടുക്കാം അല്ലേ? 8 into 10 raised to 9 ഡിവൈഡഡ് ബൈ 4 into 10 raised to 5 എന്ന് ചെയ്യാം. സോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് 2 into 10 raised to 4 എന്ന് കിട്ടും. 2 into 10 raised to 4 is equal to 20,000. ഓക്കെ, സോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണ് അല്ലേ? സോ നെക്സ്റ്റ് വൺ, the global chicken population living at any time is estimated at 33 billion. അപ്പോൾ ഇതുവരെ ജീവിച്ചിരിക്കുന്ന ഗ്ലോബൽ എസ്റ്റിമേറ്റഡ് പോപ്പുലേഷൻ ഓഫ് ലിവിങ് ചിക്കൻ അറ്റ് എനി ടൈം എന്ന് പറയുന്നത് എന്താണ്? 33 ബില്യൺ ആണ്. 3.3 into 10 raised to 10 ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, the estimated number of trees globally stands at 30 kharab or 3 trillion. 3 into 10 raised to 12. 1 kharab is 100 arab and 1 trillion is 1000 billion. അപ്പോൾ എസ്റ്റിമേറ്റഡ് നമ്പർ ഓഫ് ട്രീസ് എന്ന് പറയുന്നത് 3 trillion ആണ്. 3 into 10 raised to 12 ആണ്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് വൺ, the estimated mosquito population worldwide is 11 nil. അപ്പോൾ വേൾഡ് വൈഡ് ആയിട്ടുള്ള മോസ്കിറ്റോ പോപ്പുലേഷൻ എത്രയായിട്ടാണ് പറയുന്നത്? 11 നീൽ എന്നാണ്, അല്ലെങ്കിൽ 110 trillion എന്ന് നമുക്ക് പറയാം. ക്ലിയർ? ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, എ ഡിറൈവ്ഡ് എസ്റ്റിമേറ്റ് ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് ദ അന്റാർട്ടിക് ക്രിൽ സ്റ്റാൻഡ്സ് അറ്റ് 15 നീൽ. അപ്പോൾ അന്റാർട്ടിക് ക്രില്ലിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 15 നീലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 5 into 10 raised to 14. Okay, the next one, an estimate of the beetle population stands at 1 Padma or 1 quadrillion. 1 into 10 raised to 15. The estimate of the earthworm population is also 1 Padma or 1 quadrillion. അപ്പോൾ വണ്ടുകളുടെ എണ്ണം, ബീറ്റിലിൻ്റെ എണ്ണം എന്താണ്? വേൾഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ 1 into 10 raised to 15 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. 1 പത്മ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് എർത്ത് വേമിൻ്റെ പോപ്പുലേഷനും 1 പത്മ എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ 1 into 10 raised to 15 ആണ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ, ദ എസ്റ്റിമേറ്റഡ് പോപ്പുലേഷൻ ഓഫ് ആൻറ്റ്സ് ഗ്ലോബലി ഈസ് 20 പത്മ. ഗ്ലോബലി ഉള്ള ആൻറ്റുകളുടെ എണ്ണം, ഉറുമ്പുകളുടെ എണ്ണം 20 പത്മയായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 into 10 raised to 16 എന്ന് നമുക്ക് പറയാം. Ants alone outweigh all wild birds and wild mammals combined. 10 raised to 21 is supposed to be the number of grains of sand on all beaches and deserts on earth. അപ്പോൾ 10 raised to ലോകമെമ്പാടുമുള്ള എല്ലാ ഡെസേർട്സിലെയും ബീച്ചിലെയും മണൽത്തരികൾ ചേർത്ത് വെച്ചാൽ അത് 10 raised to 21 ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ദിസ് ഈസ് ഇനഫ് സാൻഡ് ടു ഗീവ് എവരി ആൻഡ് 10 little sand castle to live in. അപ്പോൾ ഇതെന്താണ്? ഓരോ ആൻറ്റുകൾക്കും 10 കാസ്റ്റലുകൾ, സാൻഡ് കാസ്റ്റലുകൾ ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള മണൽ ഉണ്ട്, സാൻഡ് ഗ്രെയിൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, ദ എസ്റ്റിമേറ്റഡ് നമ്പർ ഓഫ് സ്റ്റാർസ് ഇൻ ദ ഒബ്സർവബിൾ യൂണിവേഴ്സ് ഈസ് 2 into 10 raised to 23. അപ്പോൾ ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സ്റ്റാർസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 into 10 raised to 23 ആണ്. അതേപോലെ there are an estimated 2 into 10 raised to 25 drops of water on earth assuming 16 drops per milliliter. അപ്പോൾ ഭൂമിയിൽ ഏകദേശം
2 × 10⁻25 ഡ്രോപ്സ് ഓഫ് വാട്ടർ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു 16 ഡ്രോപ്സ്, ഒരു മില്ലി ലിറ്ററിൽ 16 ഡ്രോപ്സ് എന്ന കണക്ക് വെച്ചിട്ടാണ് നമ്മളിത് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. കാൽക്കുലേറ്റ് ആൻഡ് റൈറ്റ് ദ ആൻസർ യൂസിങ് സയൻറ്റിഫിക് നൊട്ടേഷൻ യൂസ് ചെയ്ത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ആൻസ് ആർ ദെയർ ഫോർ എവരി ഹ്യൂമൻ ഇൻ ദ വേൾഡ്? ലോകത്തിലെ എല്ലാ മനുഷ്യർക്കുമായിട്ട് എത്ര ആൻസ് ആണ് ഉള്ളത്? ഓക്കെ, സോ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് എസ്റ്റിമേറ്റഡ് പോപ്പുലേഷൻ ഓഫ് ആൻസ് എന്ന് പറയുന്നത് നമുക്ക് 2 × 10⁻16 എന്ന് കൺസിഡർ ചെയ്യാം. സോ ഇവിടെ ഇറ്റ്സ് ഗിവൺ എസ്റ്റിമേറ്റഡ് പോപ്പുലേഷൻ ഓഫ് ആൻസ്. The estimated population of ants globally is 2 × 10⁻16 എന്ന് കൊടുത്തിട്ടുണ്ട്. ഗ്ലോബൽ ഹ്യൂമൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 8.2 × 10⁻9 ആണ്. ഓക്കെ, സോ ഗ്ലോബൽ ഹ്യൂമൻ പോപ്പുലേഷൻ ഈസ് അബൌട്ട് 8.2 × 10⁻9, 8.8 × 10⁻9 or 8.2 × 10⁻9 എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഹിയർ 8.2 × 10⁻9 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് സോൾവ് ചെയ്യാം. അങ്ങനെയാണ് എങ്കിൽ നമ്പർ ഓഫ് ആൻസ് പെർ ഹ്യൂമൻ എങ്ങനെ കണ്ടുപിടിക്കാം? 2 × 10⁻16 ഡിവൈഡഡ് ബൈ 8.2 × 10⁻9. സോ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2.43 × 10⁻6 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ഫ്ലോക്ക് ഓഫ് സ്റ്റാർലിങ്സ് കണ്ടെയ്ൻ 10,000 ബേർഡ്സ്, ഹൗ മെനി ഫ്ലോക്സ് കുഡ് ബി ദെയർ ഇൻ ദ വേൾഡ്? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ഫ്ലോക്ക് ഓഫ് സ്റ്റാർലിങ്സിൽ 10,000 ബേർഡ്സ് ഉണ്ട് എങ്കിൽ വേൾഡിൽ എത്ര ഫ്ലോക്സ് ഉണ്ടായിരിക്കും, എത്ര പക്ഷികളുടെ കൂട്ടം ഉണ്ടായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? നമ്പർ ഓഫ് ബേർഡ്സ് ഇൻ ദ ഫ്ലോക്ക് ഓഫ് എ സ്റ്റാർലിങ്സ് എന്ന് പറയുന്നത് 10,000 ആണ്. 10⁻4 എന്ന് നമുക്ക് എഴുതാം. എസ്റ്റിമേറ്റഡ് ടോട്ടൽ ഗ്ലോബൽ പോപ്പുലേഷൻ ഓഫ് സ്റ്റാർലിങ്സ് എന്ന് പറയുന്നത് 1.3 × 10⁻9 ആണ്. ഓക്കെ, സോ ഇത് തന്നിട്ടുണ്ട്. സ്റ്റാർലിങ്സിൻ്റെ ഏകദേശം എണ്ണം എന്ന് പറയുന്നത് 1.3 × 10⁻9 ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫ്ലോക്സ് എന്ന് പറയുന്നത് എങ്ങനെ കൺസിഡർ ചെയ്യാം? 1.3 × 10⁻9 ഡിവൈഡഡ് ബൈ 10⁻4. അപ്പോൾ നമുക്ക് ആൻസർ 1.3 × 10⁻5 എന്ന് കിട്ടും. ഇത്രയും നമ്പർ ഓഫ് ഫ്ലോക്സ് ഉണ്ടായിരിക്കും. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഈച്ച് ട്രീ ഹാഡ് അബൌട്ട് 10⁻4 ലീവ്സ്, ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ് ഓൺ ഓൾ ദ ട്രീസ്, ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ലീവ്സ് ഓൺ ഓൾ ദ ട്രീസ് ഇൻ ദ വേൾഡ്. അപ്പോൾ ഒരു ട്രീയിൽ ഏകദേശം 10⁻4 ലീവ്സ് ഉണ്ട് എങ്കിൽ വേൾഡ് മൊത്തമുള്ള ട്രീകളിൽ എത്ര ഇലകൾ ഉണ്ടായിരിക്കും? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? നമ്പർ ഓഫ് ലീവ്സ് ഓൺ ഈച്ച് ട്രീ, ഓരോ ട്രീയിലും 10⁻4 ലീവ്സ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ് എന്താണ്? 3 × 10⁻8 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ടോട്ടൽ നമ്പർ ഓഫ് ലീവ്സ് എന്ത് വരും? ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ് ഇൻറ്റു നമ്പർ ഓഫ് ലീവ്സ് ഓൺ ഈച്ച് ട്രീ, അതായത് 3 × 10⁻12 × 10⁻4. സോ വിച്ച് ഈസ് 3 × 10⁻16 ലീവ്സ് ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഇഫ് യു സ്റ്റാക്ക് ഷീറ്റ്സ് ഓഫ് പേപ്പർ ഓൺ ടോപ്പ് ഓഫ് ഈച്ച് അതർ, ഹൗ മെനി വുഡ് യു നീഡ് ടു റീച്ച് ദ മൂൺ? അപ്പോൾ നമ്മൾ ഓരോ ഷീറ്റ് ഓഫ് പേപ്പർ അടുക്കി വയ്ക്കുകയാണെങ്കിൽ മൂൺ വരെ എത്താൻ നമുക്ക് എത്ര പേപ്പർ വേണ്ടി വരും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് നോക്കാം? ഡിസ്റ്റൻസ് ടു മൂൺ എന്ന് പറയുന്നത് 3.84 × 10⁻8 മീറ്റർ ആണ്. ഓക്കെ, ദെൻ തിക്നെസ് ഓഫ് 1 ഷീറ്റ് ഓഫ് പേപ്പർ നമ്മൾ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ്സ് 0.001 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് 1 × 10⁻5 മീറ്റർ ആകും. ഓക്കെ, ദെൻ നമ്പർ ഓഫ് പേപ്പേഴ്സ് റിക്വയർഡ് എത്രയാണ്? 3.84 × 10⁻8 ഡിവൈഡഡ് ബൈ 1 × 10⁻5. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 3.84 × 10⁻13 പേപ്പേഴ്സ് വേണം നമുക്ക് മൂൺ വരെ റീച്ച് ചെയ്യാൻ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ ലാർജ് നമ്പേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. സോ നെക്സ്റ്റ് പാർട്ടിൽ ബാക്കിയുള്ള നമ്പേഴ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ ഇതുവരെ ഉള്ളത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.